നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് മക്കളെ. ജനുവരി 29 ഷിഫ്റ്റ് 1-ൻ്റെ ബയോമോളിക്യൂൾസിൽ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഏത് നമ്മുടെ പോളിസാക്കറൈഡ്സിൻ്റെ ഭാഗം. മോണോസാക്കറൈഡ്സ്, അതിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൈസാക്കറൈഡ്സ്, അതിൽ ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ് പഠിക്കുന്നുണ്ട്. അതേപോലെ പോളിസാക്കറൈഡ്സ്, അതിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അമൈലോസ്, അമൈലോപെക്റ്റിൻ, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പോളിസാക്കറൈഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. അമൈലോസ്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അമൈലോപെക്റ്റിൻ ഡയറക്റ്റ് ആണ്, നിങ്ങൾക്കെല്ലാം ഓർത്തിരിക്കാൻ കാര്യമുള്ളൂ. അമൈലോസ് എന്ന് പറയുമ്പോൾ C1C4 പ്ലാന്റ് ആണ്, 4 വരും ഇവിടെ 4 വരും. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ അഗൈൻ പ്ലാന്റിൻ്റെ ആണ്, ബീറ്റ C1C4 ആണ് വരിക. ബീറ്റ C1C4 1 വരും. ഗ്ലൈക്കോജൻ ആനിമലിൻ്റെ കേസിലാണ് വരിക, ദാറ്റ് ഈസ് ആൽഫ C1C4. സിമിലർ ടു അമൈലോപെക്റ്റിൻ സ്ട്രക്ചറാണ് വരിക. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ 2 ആണ്. അതേപോലെ അമൈലോപെക്റ്റിൻ നിങ്ങൾക്കറിയാം ബ്രാഞ്ചസ് ഉണ്ട്. ആൽഫ C1C4 ഉണ്ട്, C1C6 ലിങ്കേജും ഉണ്ട്. C1C4 ആൻഡ് C1C6 ലിങ്കേജ്, സോ ബേസിക്കലി 3 ആണ്. ഓക്കെ, സോ 4, 1, 2, 3 ഓപ്ഷൻ 2 ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ.